ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ഓർ പെർസെപ്ഷൻ സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഗ്നിറ്റീവ് സ്റ്റൈൽ അല്ലെങ്കിൽ പെർസെപ്ച്വൽ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ദ വേ ഇൻഡിവിജ്വൽ തിങ്ക്, പെർസീവ് ആൻഡ് റിമെമ്പർ ഇൻഫർമേഷൻ ആണ്. അപ്പം എങ്ങനെ ഒരാൾ ഒരു ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് അല്ലെങ്കിൽ പെർസെപ്ച്വൽ സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്മാരും തിങ്ക് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് അല്ലെങ്കിൽ പെർസെപ്ച്വൽ സ്റ്റൈൽസ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും കോഗ്നിറ്റീവ് സ്റ്റൈൽ എന്താണ്, പെർസെപ്ച്വൽ സ്റ്റൈൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേ ഇൻഡിവിജ്വൽ തിങ്ക്, പെർസീവ് ആൻഡ് റിമെമ്പർ ഇൻഫർമേഷൻ. ഈ കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽപോർട്ടാണ്. ആൽപോർട്ട് പറഞ്ഞ ഡെഫിനിഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. According to him, perceptual style is a typical or habitual mode of problem solving, thinking, perceiving and remembering. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ ഇൻഫർമേഷൻസ് റിമെമ്പർ ചെയ്യുന്നു, എങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് വേ ഉണ്ട്. അതിനെയാണ് നമ്മൾ പെർസെപ്ച്വൽ സ്റ്റൈൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്റ്റൈൽ എന്ന് പറയാം. അത് ചിലപ്പം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഞാൻ പെർസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ഒരു പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പക്ഷെ തിങ്ക് ചെയ്യുന്നുണ്ടാവുക, പെർസീവ് ചെയ്യുന്നുണ്ടാവുക, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഈ കൊഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? കൊഗ്നീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രോബ്ലം സോൾവിങ്, തോട്ട് പ്രോസസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളത്. ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റിമുലിനെ നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു. ഇത് രണ്ട് രീതിയിൽ പെർസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കൊഗ്നേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് ഒക്കെ എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഒരു ക്യാരക്ടറിസ്റ്റിക് വേ ഉണ്ടാവും. ചിലപ്പം അത് മറ്റൊരാൾക്ക് അത് വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തതകളെ അല്ലെങ്കിൽ ഈ വേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർസെപ്ച്വൽ സ്റ്റൈൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്റ്റൈൽ എന്നുള്ളത്. വൺ സച്ച് കോഗ്നിറ്റീവ് സ്റ്റൈലാണ് ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് വേഴ്സസ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ടേം റെഫർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് നമുക്കൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ ആ ഫിഗറിൽ നിന്നും പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം ചിലർക്ക് ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് സ്റ്റൈലുള്ളവരെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് രണ്ടും ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് ഓർ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് സ്റ്റൈലിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ്, ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് വേഴ്സസ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ്. ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റൈലുള്ളവർക്ക് ഒരു കോണ്ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് പെർസീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേസമയം ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഒരു കോണ്ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നിങ്ങൾ അവിടെ ഒരു ഫിഗർ കാണുന്നില്ലേ? ആ ഫിഗറിൽ 4 എന്ന ഡിജിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ ചിലർക്ക് എളുപ്പം പറ്റും, ചിലർക്ക് പറ്റില്ല. ഈ എളുപ്പം 4 ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർക്കാണെങ്കിലോ ഈ 4 ഇതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അവർക്ക് ഈ ഒരു ടാസ്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അങ്ങനെയുള്ളവരെ നമ്മൾ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് സ്റ്റൈലുള്ളവരെന്ന് വിളിക്കും. ഇതാണ് സിംപ്ലി ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് വേഴ്സസ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ്. ചിലർ ഹോളായിട്ടാണ് കാണാം, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ചിലരാണെങ്കിലോ ഓരോ ഡീറ്റെയിൽസും പെർസീവ് ചെയ്യാൻ വളരെ എളുപ്പം പറ്റും. അവരെ നമ്മൾ ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് വിളിക്കുന്നു. കോഗ്നിറ്റീവ് സ്റ്റൈൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് സ്റ്റൈൽസ് ഉള്ളവരുടെ പേഴ്സണാലിറ്റീസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പം ദേ ആർ ക്യാരക്ടറൈസ്ഡ് ആസ് ആൻ അനലിറ്റിക് സ്റ്റൈൽ ഓഫ് തിങ്കിങ്. അവരൊരു അനലിറ്റിക് സ്റ്റൈൽ ഓഫ് തിങ്കിങ് ഉള്ളവരായിരിക്കും.
ആൻഡ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്നർ ക്യൂസിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അവർക്ക് പെട്ടെന്ന്, കാരണം ആ ഒരു ക്യൂസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അനലിറ്റിക് തിങ്കിങ്ങിലൂടെ പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒരു ഹോളിൽ നിന്നും ഒരു ഡീറ്റെയിൽസ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് പെട്ടെന്ന് പെർസീവ് ചെയ്യാൻ പറ്റും. They are able to focus on details and organize informations independently. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഡീറ്റെയിൽസ് ഫോക്കസ് ചെയ്യാൻ പറ്റും ആൻഡ് ഓരോ പാർട്സും ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷനെയും ഇൻഡിപെൻഡൻ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ പറ്റും. They tend to be less influenced by peers. They likes to work alone. അപ്പോൾ ഇത്രയൊക്കെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഇനി ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവരാണെങ്കിൽ അവരെന്തായിരിക്കും? ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് പ്രോസസ് ഇൻഫർമേഷൻ ഹോളിസ്റ്റിക്കലി. ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളവരായിരിക്കും. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്താണ് പറയുന്നത്? ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നാണ് അല്ലേ. ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അപ്പോൾ അവർ പാർട്സിനല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ഹോൾ എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഹോളാണ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ആ പാർട്സ് യോജിച്ച് വരുന്ന ഹോളായിട്ടുള്ള ഒരു മൊത്തം സംഭവത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് പറയുന്നത്. ആ അപ്രോച്ച് കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ക്യൂസ് ആണ്. They easily get influenced by others and are more attentive to social situations, likes to work in groups. ഇത്രയൊക്കെയാണ് ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിതിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു MCQ നോക്കാം. Those who are less able to perceptually divorce the embedded picture from the whole context. ഹോൾ കോണ്ടെക്സ്റ്റിൽ നിന്നും പിക്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ലെസ് ആബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ട് തോന്നുന്നവരെ നമ്മൾ എന്താണ് വിളിക്കുക? ഓപ്ഷൻ എ ഫീൽഡ് ഡിപ്പെൻഡൻസ്, ഓപ്ഷൻ ബി ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ്, ഓപ്ഷൻ സി ഇമ്പൾസീവ്, ഓപ്ഷൻ ഡി റിഫ്ലക്റ്റീവ്. ആൻസർ എന്താണ്? ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് പിന്നെന്താണ്, ആ ഹോളിൽ നിന്നും പാർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അതേസമയം ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും അവർക്ക് ഒന്നും കൂടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും അവരുടെ പാർട്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇമ്പൾസീവും റിഫ്ലക്റ്റീവും. അതും കോഗ്നിറ്റീവ് സ്റ്റൈൽസിൽ പെട്ടത് തന്നെയാണ്. നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് കോഗ്നിറ്റീവ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.